എയ്ത്തർ ഇതുവരെ ഇറക്കിയിട്ടുള്ളതെല്ലാം പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അവരുടെ എൻറ്റയർ 450 ലൈനപ്പ് 450S 450X ആൻഡ് 450 എപ്പെക്സ് ഇതെല്ലാം തന്നെ പെർഫോമൻസ് സ്കൂട്ടേഴ്സാണ്. ഇപ്പോൾ അവരൊരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ സ്പേസിലോട്ട് ചുവട് വെച്ചിരിക്കുകയാണ്. ഓലയും ടി വി എസും അടക്കി വാഴുന്ന ഈ ഒരു മാർക്കറ്റ് പിടിച്ചെടുക്കാൻ എയ്ത്തർ കൊണ്ടുവന്നിട്ടുള്ളത് റിസ്റ്റയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഫസ്റ്റ് റൈഡ് റിവ്യൂ ഓഫ് എയ്ത്തർ റിസ്റ്റ. ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിന് ആദ്യം വേണ്ടത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ്. ആൻഡ് ഇവിടുത്തെ പാർട്ടി പീസ് എന്താണെന്നറിയോ, ഒരു ഫുൾ സൈസ് AGV ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്കൂട്ടർ ബൂട്ട് സ്പേസ് ആണ് ഇത്. ഇന്ത്യയിൽ വേറെ ഒരു സ്കൂട്ടറിനും ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഹെൽമെറ്റ് അതിൻ്റെ ബൂട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, എയ്ത്തറിൻ്റെ ആക്സസറി ലിസ്റ്റിലുള്ള ഇതുപോലൊരു സ്മാർട്ട് ഓർഗനൈസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ സാധനങ്ങളെല്ലാം ഇതുപോലെ എടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോകാം. അത് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂട്ടർ തിരിച്ചെടുക്കാൻ വരുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് നീറ്റായിട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. സോ കൂൾ, അടിപൊളി ഫീച്ചർ. ഈ ഒരു ബൂട്ട് സ്പേസിനുള്ള ഒരു അടിപൊളി സ്മാർട്ട് ചാർജറും കൂടിയുണ്ട്. പവർ ഹബ് എന്നാണ് എയ്ത്തർ വിളിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാം, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം. ഇനി അതല്ല, എയ്ത്തറിൻ്റെ ഒരു സ്മാർട്ട് ഹെൽമെറ്റ് വന്നിട്ടുണ്ട്, എയ്ത്തർ ഹാലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്മാർട്ട് ഹെൽമെറ്റിന് നിങ്ങൾക്ക് വയർലെസ് ആയിട്ടും ഈ ഒരു പവർ ഹബ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. ഈ ഒരു ബൂട്ട് സ്പേസിനകത്ത് തന്നെ ഒരു സ്മാർട്ടായിട്ട് നല്ലൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രിയിൽ നല്ല അത്യാവശ്യം ഇലൂമിനേഷൻ തരുന്ന ലൈറ്റാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓർഗനൈസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ സ്മാർട്ടായിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ആകെ മൊത്തത്തിൽ സ്മാർട്ടാണ് കേട്ടോ എയ്ത്തർ റിസ്റ്റ. ഒരു ഫാമിലി സ്കൂട്ടറിന് അടുത്തത് വേണ്ടത് ഒരുപാട് സീറ്റിംഗ് സ്പേസ് ആണ്. റിസ്റ്റ ആ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇൻഫാക്റ്റ് ഇന്ത്യയിൽ കിട്ടാവുന്ന സ്കൂട്ടറുകളിൽ വെച്ച് ഏറ്റവും വലിയ സീറ്റാണ് ഇവിടെ എയ്ത്തർ റിസ്റ്റയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കയറി നമുക്ക് കാണാൻ പറ്റും, എൻ്റെ അതേ വലുപ്പത്തിൽ, അത്യാവശ്യം വലുപ്പമുള്ള ആളാണ് ഞാൻ, എൻ്റെ അതേ വലുപ്പത്തിലുള്ള 2 പേർക്ക് വേണമെങ്കിൽ ബാക്കിലിരിക്കാം. ഇരിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷേ അത്രയും സ്പേസ് ഉണ്ട് എന്നുള്ളത് ഒരു കൺവീനിയൻറ്റ് കാര്യം തന്നെയാണ്. ഒരുപാട് സ്പേസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, റൈഡും അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കണം, റൈഡ് ക്വാളിറ്റി നല്ല സപ്പിളായിരിക്കണം, പ്ലഷ് ആയിരിക്കണം. എയ്ത്തറിൻ്റെ എപ്പോഴുള്ള പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവരുടെ 450 സീരീസ് സ്റ്റിഫ്ലി സ്പ്രങ് ആയിരുന്നു. അത് പെർഫോമൻസിന് വേണ്ടിയുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ സസ്പെൻഷൻ വളരെ ഹാർഡായിരുന്നു. എനിക്ക് വയസ്സ് 30 ആയിട്ടില്ലെങ്കിലും എൻ്റെ നടുവിന് വയസ്സ് 60 ആയിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ എയ്ത്തർ ഞാൻ കൺസിഡർ ചെയ്യാതിരുന്ന കാര്യം അതിൻ്റെ സസ്പെൻഷൻ വളരെ ഹാർഡായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ പക്ഷേ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊക്കെ നമുക്ക് എയ്ത്തർ 450 ചെയ്യാൻ പറ്റുമായിരുന്നു? തീർച്ചയായും പറ്റില്ലായിരുന്നു. ഇവിടെ എയ്ത്തർ റിസ്റ്റയ്ക്ക് നല്ലൊരു സപ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴികളൊക്കെ ചാടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇത് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കൂട്ടർ തന്നെയാണ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. റിസ്റ്റനെ ഒരു ഫാമിലി സ്കൂട്ടർ എന്നൊക്കെയാണ് എയ്ത്തർ വിളിക്കുന്നതെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് എൻ എയ്ത്തർ. അപ്പോൾ പെർഫോമൻസ് വലിയ മോശം ഉണ്ടാകാൻ പാടില്ലല്ലോ. യെസ്, വലിയ മോശമില്ല. 4.3 കിലോവാട്ടാണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. അറൗണ്ട് 6 ഹോഴ്സ് പവറാണ് അത് വരുന്നത്. പക്ഷേ പീക്ക് ടോർക്ക് വരുന്നത് 22 ന്യൂട്ടൺ മീറ്റർ ആണ്. 80 km/h ആണ് അതിൻ്റെ ട്രൂ ടോപ്പ് സ്പീഡ്. അതിന് മേലോട്ട് എന്തായാലും പോവില്ല. നമ്മുടെ എയ്ത്തർ എപ്പെക്സ് 100 km ടച്ച് ചെയ്യുമായിരുന്നു, ഇത് 80-ൽ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ 0 to 40 km/h എത്താൻ എടുക്കുന്ന ടൈം 4.7 seconds ആണ്. റിസ്റ്റ 3 മോഡലിൽ വരുന്നുണ്ട്, റിസ്റ്റ S, റിസ്റ്റ Z ആൻഡ് റിസ്റ്റ Z ലോങ് റേഞ്ച്. ഈ 3 മോഡലിനും മോട്ടർ സെയിം ആണ്. സോ പെർഫോമൻസും സെയിം തന്നെയാണ്. ബാറ്ററി പാക്കും റേഞ്ചിൻ്റെ കാര്യത്തിലാണ് മോഡൽ വൈസ് ഡിഫറൻസ് വരുന്നത്. താഴെയുള്ള 2 മോഡലിനും 2.9 kWh ബാറ്ററിയാണ് വരുന്നത്. IP67 റേറ്റഡ് ആണ്. സോ വാട്ടർ ടൈറ്റ് ആണ്. ആ കാര്യങ്ങളിലൊന്നും യാതൊരു പേടിയും പേടിക്കേണ്ട. ഇതിൻ്റെ ക്ലെയിം റേഞ്ച് 123 km ആണ്. പക്ഷേ റിയൽ വേൾഡിൽ അറൗണ്ട് 100 km കിട്ടുമെന്നാണ് എയ്ത്തർ പറയുന്നത്. സോ ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് റിസ്റ്റ എസിലും റിസ്റ്റ സിയിലും നമുക്ക് അവൈലബിൾ ആണ്. എസിലും സിയിലും ഫീച്ചേഴ്സിലാണ് ആക്ച്വലി മാറ്റം വരുന്നത്. ഇനി ഇതല്ലാതെ ഒരു ഹൈ റേഞ്ച് ഓപ്ഷൻ കൂടിയുണ്ട്. അത് റിസ്റ്റ സി ഫുൾ ഓപ്ഷനായിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ 3.7 kWh ബാറ്ററി. അതിന് ക്ലെയിം റേഞ്ച് വരുന്നത് 159 km ആണ്. ട്രൂ റിയൽ വേൾഡ് റേഞ്ച് ഒരു 125 km ആണ് എയ്ത്തർ ക്ലെയിം ചെയ്യുന്നത്. നമ്മളിന്ന് റൈഡ് ചെയ്തത് 2.9 kWh വേരിയൻ്റ് ആണ്. അതായത് റിയൽ വേൾഡിൽ 100 km ഗ്യാരണ്ടി തരുന്ന വേരിയൻ്റാണ് നമ്മൾ ഓടിച്ചത്. രാവിലെ എടുത്ത സമയത്ത് 90% സ്കൂട്ടറിൻ്റെ ചാർജ്. നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 10% ആക്കിയിട്ടാണ് കൊടുത്തത്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഓടിയത് 56 km ആണ്. അത് നമ്മൾ ഭൂരിഭാഗം ഓടിയത് സിപ്പ് മോഡാണ് ഓടിയത്. ഒരു ദിവസത്തെ ഫുൾ തോന്നിവാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു കൊടുത്തത്. ഒരാവശ്യമില്ലാതെ ഒരു കാടും മലയൊക്കെ വലിഞ്ഞു കയറി. അതൊക്കെ ആക്ച്വലി കൂടുതൽ ബാറ്ററീൻ്റെ പവർ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്തത്. സോ എയ്ത്തർ പറയുന്ന രീതിയിൽ സ്മാർട്ട് ഇക്കോ മോഡിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ
ഫുൾ 100% ചാർജിൽ നിങ്ങൾക്ക് 100 കിലോമീറ്റർ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ചാർജിങ് സ്പീഡ് നോക്കിയാൽ 2.9 kWh വരുന്ന രണ്ട് മോഡലിനും ഏത്തറിൻ്റെ പോർട്ടബിൾ ചാർജറാണ് കിട്ടുന്നത്. ഇതിൻ്റെ ചാർജിങ് സ്പീഡ് വരുന്നത് 350 വാട്ടാണ്. ഈ ഒരു സ്പീഡിൽ നമ്മൾ ചാർജ് ചെയ്താൽ 0 to 100 ചാർജ് ചെയ്യാൻ 8.5 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി ടോപ്പ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 3.7 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡൽ നോക്കിയാൽ ഏത്തർ ഡുവോ എന്ന് പറഞ്ഞിട്ടുള്ള 700 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. അതിന് 0 to 100 ചാർജ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം 6 മണിക്കൂർ 10 മിനിറ്റുമാണ്. ഇനി ഹാൻഡ്ലിംഗ് നോക്കിയാലും വൺസ് അഗെയിൻ ഇറ്റ്സ് എൻ ഏത്തർ. അപ്പോൾ ഇത് ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ആക്ച്വലി അതും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ഹാൻഡ്ലിംഗ് സ്കൂട്ടർ. ഇതിൻ്റെ ഷാസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് എൻഡും ഈ താഴെയുള്ള ഒരു അലുമിനിയം ഹൗസിങ്ങിലുള്ള ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ 450 കണ്ട ഒരു സെയിം യൂണിറ്റ് തന്നെയാണ്. അവിടെ വലിയ മാറ്റങ്ങളും വന്നിട്ടില്ല. സോ ഫ്രണ്ട് എൻഡിൻ്റെ ആ ജോമെട്രിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് 450 ആയിട്ട് എനിക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട്. ഷാസിയിൽ മെയിൻ ഡിഫറൻസ് വന്നിട്ടുള്ള ഈ ഒരു സബ് ഫ്രെയിമിൻ്റെ സെക്ഷനാണ്. ഈ ഒരു ഭാഗത്താണ് മാക്സിമം സ്പേസ് കൂട്ടാൻ വേണ്ടി ഒരു പുതിയ സബ് ഫ്രെയിം ഏത്തർ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷ്വലി നോക്കുമ്പോഴും ഫ്രണ്ട് എൻഡ് കുറച്ച് സ്ലിം ആയിട്ടും ബാക്കിലോട്ട് വരുമ്പോൾ കുറച്ച് വലുപ്പം കൂടിയ രീതിയിലും കാണാൻ പറ്റുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഒരു മേജർ ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഒരു കാണുന്ന ഒരു ഫുൾ ഡിസ്പ്ലേ അത് ടച്ച് സ്ക്രീൻ അല്ല. ഈ ഒരു ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷനും സൈസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഈവൻ ഫുൾ ഓപ്ഷൻ റിസ്റ്റ സീൽ പോലും നമുക്ക് ടച്ച് സ്ക്രീൻ കിട്ടുന്നില്ല. പകരം ഇവിടെ ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ് മോഡലായ റിസ്റ്റ എസ്സിൽ നമ്മൾ 450 കണ്ട പോലത്തെ ഒരു ഡീപ്പ് വ്യൂ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈവൻ ഫുൾ ഓപ്ഷനിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു 4-way ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഏത്തർ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കിട്ടുന്ന ആ ഒരു UIൻ്റെ പേര് ഏത്തർ സ്റ്റാക്ക് 6 എന്നാണ്. അതുമാത്രമല്ലാതെ ഏത്തർ ആപ്പിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണത്. നമുക്കിത് ഏത്തർ പുതിയൊരു ഫോണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, തിരിച്ച് കൊടുക്കണം. പക്ഷേ ഈ ഒരു ഫോണിൽ അവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു വെഹിക്കിളായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ ഈ ഒരു ഏത്തർ ആപ്പ് യൂസ് ചെയ്യാണ് ആക്ച്വലി നല്ലത്. ഈ ഒരു ടച്ച് സ്ക്രീൻ ഇല്ലാത്തതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി റിസ്റ്റ ഈസ് ഫീച്ചർ ലോഡഡ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആക്ച്വലി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫോണിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗാലക്സി M40 എൻ്റെ പോക്കറ്റിലുണ്ട് ഫോൺ. അതിലോട്ട് ഞാൻ കോൾ ചെയ്യാൻ പോകട്ടോ. സോ അത് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വരും. സോ ഞാൻ പറഞ്ഞില്ല, ടച്ച് സ്ക്രീൻ അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനും എടുക്കാനൊന്നും പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും. ലെഫ്റ്റിലോട്ട് ആക്കിയാൽ കോൾ അക്സെപ്റ്റ് ചെയ്യും, റൈറ്റിലോട്ട് ആക്കിയാൽ കോൾ കട്ട് ചെയ്യും. ഇനി റൈറ്റിലോട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കോൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം ഒരു SMS വരും. ആ SMS നമുക്ക് ആപ്പിൽ പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്താ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, കോൾ കട്ടായി, മെസ്സേജ് സെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി എനിക്ക് മെസ്സേജ് വന്നോ നോക്കാം. ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നത് ഐ ആം ഓൺ മൈ വേ, വിൽ കോൾ യു ബാക്ക് ഇൻ സം ടൈം, സെൻഡ് ഫ്രം മൈ ഏത്തർ. സോ ഈ ഒരു മെസ്സേജ് നമുക്ക് ഈ ഒരു ഏത്തർ ആപ്പിൽ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോൾ നമുക്ക് കട്ട് ചെയ്താൽ SMS നമുക്ക് കോളറിന് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ടോഗിൾ പ്രസ് ചെയ്ത് കോൾ അക്സെപ്റ്റ് ചെയ്ത് വേണമെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ സംസാരിക്കാവുന്നതാണ്. അത് മാത്രമല്ല വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നമുക്കിവിടെ പ്രധാനമായും 3 മെനു ഉള്ളത്. അതിൽ ഏറ്റവും മേലെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണോ അല്ലയോ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കൂടുതൽ സെറ്റിങ്സ് എല്ലാം കിട്ടുന്നത്. ആ ഒരു മെനുവിലോട്ട് എൻ്റർ ചെയ്യാൻ റൈറ്റ് ടോഗിൾ പ്രസ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആൻഡ് ഇതിപ്പോൾ നമുക്ക് നാവിഗേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ പ്രീസെറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നാവിഗേഷനും അതുപോലെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് വാട്സാപ്പ് നോട്ടിഫിക്കേഷനാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണിലോട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പോവാണ്. മെസ്സേജ് അയച്ചു കഴിഞ്ഞു. മെസ്സേജ് അയച്ച വഴിക്ക് ഇതവിടെ നമുക്ക് വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റില്ല, ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെസ്സേജ് എന്താ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു മെനുവിലോട്ട് എൻ്റർ ചെയ്തിട്ട് ഇത് കണ്ടോ, ഞാൻ അയച്ച മെസ്സേജാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വൈകിട്ട് എന്താ പരിപാടി. ഇതുപോലെ ലാസ്റ്റ് 5 മെസ്സേജസ്, ടോപ്പ് 5 അല്ലെങ്കിൽ മോസ്റ്റ് റീസെൻറ്റ് 5 മെസ്സേജ് നമുക്ക് ഇതുപോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അത് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് റെസ്പോണ്ട് ചെയ്യാനോ റിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അതിന് നമുക്ക് ഫോൺ എടുത്തിട്ട് തന്നെ ആൻസർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ദി എലിഫൻറ്റ് ഇൻ ദ റൂം അഡ്രസ്സ് ചെയ്യാതെ പറ്റില്ല. ഇതിൻ്റെ ലുക്സാണ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ഇറങ്ങിയ സമയം തൊട്ട് ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് എൻഡ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ iQബിൻ്റെ ഒരു മുഖച്ഛായ എവിടെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഏത്തർ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇറ്റ്സ് അൺമിസ്റ്റേക്കബിളി എൻ ഏത്തർ. ഒരു ഫാമിലി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു എൻറ്റയർ ആ ഒരു ഡിസൈൻ എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. ഈ ഫ്രണ്ടിൽ ഒരു ആപ്രണും കുറച്ച് വീതി കൂടിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചൊരു iQ ടച്ച് തോന്നുന്നു. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഏത്തർ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയം തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടമായി. റിയർ എൻഡിലോട്ട് വരുമ്പോഴാണ് എനിക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയി തോന്നുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്കൂട്ടർ ആണോ എന്നുള്ളത്. ഫ്രണ്ട് എൻഡ് വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ്. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു വലിയ സീറ്റും
വലിയ ബൂട്ട് സ്പേസും എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചങ്ങ് വലിച്ച് നീട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട്. ബാക്കിലോട്ടുള്ള ഓവർ ഹാങ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയായാലും റിയർ ഈ ഒരു ടെയിൽ ലൈറ്റിന് അതിൻ്റേതായുള്ളൊരു സിഗ്നേച്ചർ ഐഡൻറ്റിറ്റി ഉണ്ട്. വളരെയധികം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റൈലിങ്ങുമായിട്ട് യൂസ് ടു ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ റൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ്ലിംഗ് കുറച്ചൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന സ്കൂട്ടർ തന്നെയാണ്. പക്ഷേ നമ്മൾ എയ്ത്ത് 450 ആ ഒരു സീരീസിൻ്റെ ലെവൽ ഓഫ് ഹാൻഡ്ലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. ഇതങ്ങനെ അടിച്ചു പൊളിച്ച് ഓടിച്ച് നടക്കേണ്ട സ്കൂട്ടറൊന്നുമല്ല. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാനും പറ്റുള്ളൂ. ഈവൻ നമുക്ക് പവർ ഡെലിവറിയും എല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. എയ്ത്ത് 450 അങ്ങ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു പവർ നമുക്ക് തരുമെങ്കിൽ ഇത് വളരെ ലീനിയർ ആയിട്ടാണ് പവർ ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് 2 റൈഡിംഗ് മോഡ്സ് അവിടെ ഉള്ളത്. സിപ്പും പിന്നെ നമ്മുടെ പ്രോ പാക്കേജ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന സ്മാർട്ട് ഈക്കോയും. അതിൽ സ്മാർട്ട് ഈക്കോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രത്യേക സ്പീഡ് ലിമിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ഇറക്കത്തിലോ പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിമം ടോപ്പ് സ്പീഡ് തരും. 80 km/h വരെ നമുക്ക് ഈ സ്മാർട്ട് ഈക്കോ മോഡിൽ ഓടിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ്. നേരെ മറിച്ച് ചെറിയൊരു കയറ്റം വന്നാൽ തന്നെ സ്പീഡ് ഡ്രാസ്റ്റിക്കായിട്ട് കുറയുന്നതും കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഓടിച്ച സമയത്ത് ചെറിയൊരു കയറ്റം വന്നപ്പോഴേക്കും സ്പീഡ് 50 നിന്ന് 30 വരെ കുറഞ്ഞു. സോ ഈ സ്മാർട്ട് ഈക്കോ മോഡ് കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും ത്രോട്ടിൽ ഫുള്ള് കൊടുത്തോ ഹാഫ് കൊടുത്തോ എങ്ങനെ ഓടിച്ചാലും 100 km റേഞ്ച് നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടി ചെയ്യുമെന്നാണ് ഏത്തർ ക്ലെയിം ചെയ്യുന്നത്. അതേസമയം സിപ്പ് എന്ന് പറയുന്ന മോഡ് നിങ്ങൾക്ക് മാക്സിമം ആക്സിലറേഷൻ തരും, മാക്സിമം സ്പീഡ് തരും. ഞങ്ങളിപ്പോൾ ഇന്ന് ഭൂരിഭാഗം റൈഡ് ഇവിടെ നടന്നത് നന്ദി ഹിൽസിൻ്റെ ചുറ്റിപ്പറ്റിയാണ്. ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള റോഡാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് സിപ്പ് മോഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മാർട്ട് ഈക്കോ യൂസ് ചെയ്താൽ ഞാനീ പറഞ്ഞ പോലെ ചെറിയ കയറ്റം വരുമ്പോഴേക്കും ഒരുപാട് സ്പീഡ് അങ്ങോട്ട് കുറഞ്ഞു പോകുന്നോ എന്നൊരു സംശയം തോന്നും. സോ സിപ്പ് മോഡാണ് ആക്ച്വലി മോർ യൂസ്ഫുൾ. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയാൽ, കേരളത്തിൽ പരന്ന റോഡുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയാൽ സ്മാർട്ട് ഈക്കോ കുറച്ചും കൂടി ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. മറ്റൊരു പ്രധാന ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള ഇവിടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. എയ്ത്ത് 450 ഓടിച്ചവർക്ക് അറിയാം അതിൻ്റെ ബ്രേക്സ് കുറച്ച് അഗ്രസീവാണ്. എസ്പെഷ്യലി ബാക്കിൽ നമ്മൾ ഒന്ന് അറിയാതെ കൈയൊന്ന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ റിയർ ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. ബാക്കിൽ ഡ്രം ബ്രേക്സ് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ആക്ച്വലി ഇറ്റ്സ് എ സേഫ്റ്റി ഫീച്ചർ. അത് നന്നായി ഒരു കാര്യത്തിന്. ഇതുപോലത്തെ മണലുള്ള സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾക്ക് സ്കിഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം ബൈറ്റും ഉണ്ട്, പ്രോഗ്രഷനും ഉണ്ട്, നല്ല സ്റ്റോപ്പിംഗ് പവറും ഉണ്ട്. പക്ഷേ എയ്ത്തർ 450 പോലെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്ക് അല്ല. റിസ്റ്റയുടെ ഒരു ഓവറോൾ ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടു ബി ഹോണസ്റ്റ് ആ ഒരു എയ്ത്തർ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതൊരു പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ എന്തായാലും ഓർമ്മ വെക്കണം. ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ല. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്ന വാഹനം ഇതല്ല. അവർ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ വെഹിക്കിൾ ഇനി ഇമ്പ്രൂവ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ പോകുന്നത്. അത് ഇറ്റ് വിൽ ബി ഫാർ മോർ ഇംപ്രൂവ്ഡ്. പക്ഷേ ആസ് ഓഫ് നൗ പല സ്ഥലത്തും ഇതിൻ്റെ ഫിറ്റും ഫിനിഷും എല്ലാം കുറച്ച് കംപ്ലയിൻറ്റ്സ് എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഭാഗത്തെ ടെക്സ്ചറിങ്, ആ ഒരു ഗ്രൈനിങ് എല്ലാം കുറച്ച് അൺഈവനാണ്. അതല്ലാതെ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കുറ്റങ്ങളുണ്ട്. അത് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെഹിക്കിൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി പാക്ക് ആണോ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ കൺഫേം ചെയ്തു അത് ബാറ്ററി പാക്ക് അല്ല, അത് ഉള്ളിലുള്ള ചാനലിംഗ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും ആ ഒരു ഭാഗം കവേർഡായിട്ട് വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. ഈ ഒരു ആക്സസറി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കൈ വെച്ച് സീറ്റ് ഉയർത്തുന്ന ഭാഗത്തു നിന്നാണ് ഈ ഒരു ആക്സസറി നമ്മളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് സീറ്റ് ഓപ്പണായി കിട്ടുന്നുള്ളൂ. അടുത്തത് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ഫിറ്റ്മെൻറ്റാണ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, വളരെ ഫ്ലെക്സിബിളാണ്. അത് ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഏത്തനോട് പറഞ്ഞിരുന്നു. അവർ ഒഫീഷ്യൽസ് പറഞ്ഞത് ഇതെല്ലാം ഫിക്സ് ആക്കും എന്നാണ് ഉറപ്പ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ആക്സസറിയായി വരുന്ന ഓർഗനൈസർ എടുത്ത് പൊക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പവർ ഹബിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഞാനിത് പൊക്കുന്നതിനൊപ്പം ആ ക്യാപ്പ് ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഊരി പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും അവരൊന്ന് ശരിയാക്കാനുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഹോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോൾ കുറച്ചും കൂടി വലുതായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പവർ ഹബിൻ്റെ ക്യാപ്പുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യില്ലായിരിക്കാം. അടുത്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു UI പറ്റിയിട്ടാണ്. എയ്ത്തർ സ്റ്റാക്ക് 6 ആണ് ഏറ്റവും പുതിയ UI ആണ് ഇത് റൺ ചെയ്യുന്ന യൂസർ എക്സ്പീരിയൻസ്. അത് ടച്ച് സ്ക്രീൻ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജോയ്സ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്യണം. ചില സമയത്ത് നമ്മൾ ജോയ്സ്റ്റിക്കിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ഉടനെ തന്നെ വരില്ല. ചിലപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ 5-6 പ്രാവശ്യം പ്രസ് ചെയ്ത് കാണും എന്താ വരാത്തതെന്ന് വെച്ചിട്ട്. ആൻഡ് ഒരു ലാഗ് വന്നതിന് ശേഷം ഒരുമിച്ച് ഈ ആക്ഷൻസ് എല്ലാം തന്നെ 1 2 3 4 എന്ന് പറഞ്ഞങ്ങോട്ട് പെർഫോം ആവുന്നുണ്ട്. സോ ഇത് കുറച്ചും കൂടി ലാഗ് ഫ്രീ ആക്കി മാറ്റണം. അതും ഈ പറഞ്ഞ പോലെ ഏത്തർ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇത് കുറച്ചും കൂടി സ്ലിക്ക് ആക്കി മാറ്റുമെന്നാണ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. റിസ്റ്റയുടെ പ്രൈസിങ്ങും അത്യാവശ്യം അഗ്രസീവായിട്ടാണ് ഏത്തർ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ബേസ് മോഡൽ, അതായത് റിസ്റ്റ എസിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. ഈ ഒരു സെയിം ബാറ്ററി പാക്കുള്ള റിസ്റ്റ Z നമുക്ക് 1,25,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഫുൾ ഓപ്ഷൻ റിസ്റ്റ Z ലോങ് റേഞ്ച് മോഡലിന് 1,45,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ ഇതിലൊരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഫുൾ ഫീച്ചർ സെറ്റ് എല്ലാം അൺലോക്ക് ആവുന്നത് നമ്മൾ പ്രോ പാക്ക് വാങ്ങുമ്പോഴാണ്. അതൊരു സബ്സ്ക്രിപ്ഷൻ മെത്തേഡാണ്. ഈ ഒരു പ്രോ പാക്കിന് ഏറ്റവും ബേസ് മോഡലിന് 13,000 രൂപ, ഇടയുള്ള മോഡലിന് 15,000,
ഫുൾ ഓപ്ഷന് 20,000 രൂപയാണ് പ്രോ പാക്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. സോ ഞാൻ ഈ കാണിച്ച ഫീച്ചേഴ്സ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോ പാക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. എയ്ത്തർ എന്നുള്ള ബ്രാൻഡിനോട് എപ്പോഴും സിനോണിമസ് ആയി നിൽക്കുന്ന ഒരു വാക്കാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എയ്ത്തർ എപ്പോഴും അതിൻ്റെ റിലയബിലിറ്റിക്കാണ് പേര് കേട്ടിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചൈനീസ് അസംബ്ലി സ്കൂട്ടേഴ്സ് വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വാങ്ങരുത് എന്നാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇന്ത്യൻ ഗ്രോൺ നല്ല നമ്മുടെ അടിപൊളി ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില ബ്രാൻഡുകൾ വളരെ അൺറിലയബിൾ ആണ്. ഞാൻ ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ സ്കൂട്ടറുകളൊക്കെ വാങ്ങി പെട്ടുപോയ ഒരുപാട് ആൾക്കാർ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. 1-2 നല്ല സ്കൂട്ടേഴ്സേ ഉള്ളൂ. അതിൽ തീർച്ചയായും ഒരെണ്ണം റിസ്റ്റയാണ്, ആ കാര്യത്തിലൊരു സംശയമില്ല. സോ യു ക്യാൻ കൺസിഡർ റിസ്റ്റ. പ്ലീസ് ഡു എ ടെസ്റ്റ് ഡ്രൈവ്. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം.